ആറ്റുകാൽ അമ്പലത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ പോവാട്ടോ. അപ്പോൾ ഉത്സവമൊക്കെ കണ്ടിട്ട് പയ്യെ പോയിട്ട് വരാം കേട്ടോ. ടാറ്റാ. ചേട്ടായി വരുന്നില്ല കേട്ടോ. ചേട്ടായി ക്രിക്കറ്റ് കളി ഉള്ളതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. പോവാ നമ്മൾ ബസ്സിൽ. എവിടെ പോവാ? അമ്പൂറ്റി പോവാന്നോ? എന്നെയും കൂടെ കൊണ്ടുപോവോ? ഞങ്ങളുടെ കൂടെ വരാമെങ്കിൽ കൊണ്ടുപോവാ. കൊണ്ടുപോവോ? എന്നാ ഞാനിവിടെ വരുന്നു. അയ്യോ കയറാൻ വയ്യ. ആ എനിക്ക് ഇഷ്ടമാണോ മോൻ്റെ കൂടെ വരുന്നേ? ഇഷ്ടമാണോന്ന് ചോദിച്ചേ. ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ വരെ കൊണ്ടുപോകുമോന്ന് ചോദിച്ചേ. ഇങ്ങോട്ട് വരത്തില്ല ബസ്, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചെല്ലണം, എന്നാലേ ബസ് കയറാൻ പറ്റൂ. റോഡില് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വലത്തെ സൈഡിൽ കൂടെ പോകണമെങ്കിൽ ബസ് കിട്ടുമോ? അച്ഛനും കൂടെ വരണമായിരുന്നു. സൂപ്പർ ആയിരുന്നില്ലേ? അച്ഛനും കൂടി വരണമായിരുന്നു. അച്ഛൻ വരത്തില്ലടാ, അച്ഛന് ക്രിക്കറ്റ് കളി കാണണമെന്ന്. രാവിലെ വരത്തുള്ളൂ. ഇന്ന് ഫൈനലായിരുന്നു, അതുകൊണ്ട് അച്ഛൻ വരത്തില്ല. ഓ നിനക്ക് ക്രിക്കറ്റ് കാണണ്ടേ? കാണണോ? എന്നാ അച്ഛൻ്റെ കൂടെ അവിടെ ഇരിക്കാൻ എന്താ? വീട്ടിൽ പോ. അവന് ബസ്സിൽ കയറിയാൽ മതി. ഞങ്ങളങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി. ഇവിടുന്ന് നേരെ പെട്ടെന്ന് തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഇനി ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് പോവാട്ടോ. അവിടെ ഉത്സവം നടക്കുമല്ലേ, അപ്പോൾ ഉത്സവത്തിന് മുമ്പ് പൊങ്കാലയ്ക്ക് മുമ്പ് ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതാ ഒരു പട്ടിക്കുട്ടികൾ 2 പേര് കിടക്കുന്നുണ്ട്. എനിക്ക് ഒരാൾ കിടക്കുന്നതാണ് ചിരി വരുന്നത്. അങ്ങനെ ഞങ്ങൾ കിഴക്കേക്കോട്ട വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഓട്ടോയിൽ നേരെ എവിടെയാണ് പോകുന്നത്? എവിടെയായിരുന്നു? ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് പോവാട്ടോ. അപ്പോൾ ഓട്ടോയ്ക്ക് 70 രൂപയായിരുന്നു. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കുറേ നേരം നിന്നിട്ടും ബസ്സൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഓട്ടോ പിടിച്ച് പോയിട്ട് ഒരു കാര്യമില്ലായിരുന്നു, നടന്നു പോകേണ്ടി വന്നു പകുതി കൂടുതൽ ദൂരം. അങ്ങനെ നിന്നപ്പോഴാണ് അകത്ത് കയറി തൊഴാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ജയറാമിൻ്റെ ചെണ്ടമേളം കേൾക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ഒടുക്കത്തെ തിരക്ക്. പിന്നെ അതിൻ്റെ കൂടെ ഇടയ്ക്കൂടെ നുഴഞ്ഞൊക്കെ കയറിയിട്ട് പോയി ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 3 പേരുടെ പോയേ. ദിലൂട്ടനാണെങ്കിൽ വല്ലാണ്ട് അങ്ങ് ക്ഷീണം പോലൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, അവൻ ഓരോന്നൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. വേറെ വഴക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളതായി ഒരു പാർക്കിൽ കയറിയിട്ടോ നീലൂട്ടനെ കളിപ്പിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൂജപ്പുര പോയപ്പോൾ അവൻ ഇതിൽ കയറാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കൂട്ടാൻ ശരിയായി കളിച്ച് അർമാദിച്ചിട്ടുണ്ട് കേട്ടോ. പാർക്കിലൊക്കെ കയറി കളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നീലൂട്ടൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അവൻ ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു. ഞാനും അമ്മയും കൂടെ കോളിഫ്ലവർ ഫ്രൈയും കൂടി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. കൊള്ളൂലായിരുന്നു, എന്നാലും വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഒരു ടേബിൾ ഷീറ്റ് വാങ്ങിച്ചു കേട്ടോ. 140 രൂപയായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു, എല്ലാം കണ്ടു. ഉത്സവമൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട്, അടിപൊളി വ്ളോഗെന്ന് നിങ്ങളാണ് പറയേണ്ടത്, എങ്ങനെയുണ്ടെന്ന് വ്ളോഗിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. Bye.